ഇസ്ലാമിലെ സ്വർഗം ഇമ്മണി വ്യത്യാസപ്പെട്ട സ്വർഗമാണ്. ആ സ്വർഗത്തിൽ പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെക്കപ്പെട്ട കുറേ അസുലഭമായ വിഭവങ്ങളെക്കുറിച്ച് മൗലവിമാര് ഇടതടവില്ലാതെ പ്രസംഗിക്കും. എന്തിനാന്ന് വെച്ചാൽ വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാര് ആ സ്വർഗത്തിൽ എപ്പോഴും ആകൃഷ്ടരായിട്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമാണ് ആ പുരുഷന്റെ കീഴിലുള്ള ബാക്കി ജനതയെ എന്ന് പറഞ്ഞ സ്ത്രീകൾ, കുട്ടികളൊക്കെ പുരുഷന്റെ കീഴിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുരുഷന് ഈ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഇസ്ലാമികമായി വളർത്താനും പരിപാലിക്കാനും അവരെ ഇസ്ലാമിന് കീഴിൽ ഒതുക്കി നിർത്താനും ഒരു ഊർജം ഉണ്ടാവും. അപ്പൊ അതിനൊരു താല്പര്യം ഉണ്ടാവും. എന്നാൽ ഇസ്ലാമിലെ സ്ത്രീകളെ സംബന്ധിച്ച് സ്വർഗത്തിലെത്തിയാൽ അവർക്ക് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് വലിയ തമാശയാണ്. അത് പലരും തമാശയായിട്ടും കാര്യമായിട്ടും ഒക്കെ പലരും പല മൂല്യന്മാരോടും പലതവണ ചോദിക്കുമ്പോൾ പല സ്ഥലത്തും പലതരത്തിലുള്ള ഉത്തരങ്ങളാണ്, മറുപടികളാണ്, ന്യായങ്ങളാണ് അതിന് കേൾക്കാം. അതിനെ സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ ഇന്ന് രാത്രി ലൈവിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സ്വർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടി വിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണ്? അവർ ഇസ്ലാം മതം അംഗീകരിക്കണം, ഷഹാദത്ത് കലിമ ചൊല്ലണം, വിശ്വാസിയായി ഇസ്ലാമിന്റെ എല്ലാ വിധിവിലക്കുകളും അനുസരിച്ച് അള്ളാഹുവിൽ തഖ്വയോടുകൂടി ആരാധനകളൊക്കെ അർപ്പിച്ച് ജീവിച്ചാൽ മതി. പക്ഷെ ആ കാര്യത്തിൽ സ്ത്രീകൾക്ക് പക്ഷെ അങ്ങനെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. മുസ്ലിങ്ങളായിട്ടുള്ള പുരുഷന്മാരെ സംബന്ധിച്ച് അവർ അള്ളാഹുവിനെ വഴിപ്പെടുകയും നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുകയും പിന്നെ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾക്ക് പൂർണ്ണമായി കീഴ്പ്പെടുകയും ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടും എന്നതാണ് വിശ്വാസമെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഫറലായ കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് വേറെ ഒരു നിബന്ധന കൂടി സ്വർഗപ്രവേശനത്തിനുണ്ട്. ഇസ്ലാമിന്റെ സ്ത്രീകളോടുള്ള സമീപനം എന്താണ് എന്നും ഇസ്ലാമിൽ സ്ത്രീകളുടെ സ്ഥാനം എവിടെയാണ് എന്നും കൃത്യമായി നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു അധ്യാപനമാണ് അത്. ആ വിലപ്പെട്ട അറിവ് നമ്മളോട് പറയാൻ വേണ്ടി ഇന്ന് എൻ്റെ കൂടെ ചുമരിലുള്ളത് ഹുസൈൻ സലഫിയാണ്. കേൾക്കാം. സ്ത്രീകളോട് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു സ്ത്രീ 5 നേരം നിസ്കരിക്കുന്ന പെണ്ണാണ്. വസാമത്ത് ശഹ്റഹാ, അവൾ റമദാനായാൽ മുഴുവനും അവൾ നോമ്പെടുക്കുന്നുണ്ട്. വഹഫിളത്ത് ഫർജഹാ, അവളുടെ പരിശുദ്ധി അവൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് തീർക്കാതെ പിന്നെ പറയുന്ന വാചകം നോക്കൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്താൽ പോരാ, സ്ത്രീകളുടെ സ്വർഗപ്രവേശനത്തിന് മറ്റൊരു നിബന്ധന കൂടി ഉണ്ട്. എന്താണത്? തന്റെ ഭർത്താവിനെ അനുസരിക്കേണ്ട വിധത്തിൽ അനുസരിച്ചുകൊണ്ടും ഒരു പെണ്ണ് ജീവിക്കുകയാണെങ്കിൽ ദഖലത്ത് ജന്നത റബ്ബിഹാ, യജമാനായ റബ്ബൊരുക്കിയിട്ടുള്ള സ്വർഗത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കാം. അപ്പൊ യജമാനായിട്ടുള്ള റബ്ബൊരുക്കിയിട്ടുള്ള സ്വർഗത്തിലേക്ക് മുസ്ലിം സ്ത്രീ പ്രവേശിക്കണമെങ്കിൽ ഭൂമിയിൽ അവരുടെ കൈകാര്യകർത്താവായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത, അള്ളാഹു പ്രത്യേകമായിട്ട് പദവിയും കഴിവും കൊടുത്തതിന്റെ പേരിൽ ഈ സ്ത്രീയുടെ നിയന്ത്രണാധികാരം നൽകപ്പെട്ടിട്ടുള്ള പുരുഷന് സമ്പൂർണമായി കീഴൊതുങ്ങുകയും അനുസരിക്കുകയും ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ഭർത്താവ് ഛേ എന്ന് പറയേണ്ട ഒരവസ്ഥ പോലും ഇല്ലാതെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്നതുകൂടി സ്ത്രീ സ്വർഗപ്രവേശനത്തിന് നിബന്ധനയായി ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട കാര്യമാണ്. പുരുഷനുമേൽ നിർബന്ധമായിട്ടുള്ള എല്ലാ ആരാധനകൾക്കും പുറമെ സ്ത്രീ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇത്. ഇതിൽ കൂടുതൽ ഇസ്ലാം സ്ത്രീയെ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്നും സ്ത്രീയുടെ ജീവിതം ഇസ്ലാം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്നും അല്ലെങ്കിൽ സ്ത്രീയെ എങ്ങനെയാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത് എന്നതിനും ഇതിലും വലിയ എന്തെങ്കിലും തെളിവ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല.